ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാന്നറിയാമോ? വരത്തുപോക്കുള്ള വീട്. എന്തിൻ്റെ വരുത്താണ് എന്തിൻ്റെ പോക്കാണെന്ന് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഹല്ലേലൂയ. അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ആ വീടിൻ്റെ മേളിൽ കൂടെ തേര് പോകും. ആ പറമ്പിൽ മാടനുണ്ട്. ആ പറമ്പിൽ പ്രൈസ് ഗോഡ് യക്ഷിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ടൊരു ആലുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടോ, ആ ആലിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പ്രൈസ് ഗോഡ്. സന്ധ്യ കഴിഞ്ഞാൽ അതിൽ കൂടെ പോകാൻ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളൊരിക്കൽ പറഞ്ഞു, പ്രൈസ് ഗോഡ്, നിർത്തിപ്പിടിച്ച പേനാക്കത്തി കയ്യിലുണ്ടെങ്കിൽ യക്ഷി അടുക്കത്തില്ല. പ്രൈസ് ഗോഡ്. എവിടെന്നോ എനിക്കൊരു കൊച്ചു പിച്ചാത്തി കിട്ടി. പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ ഇത് നിവർത്തി പിടിച്ചുകൊണ്ട് അതിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്കറിയാം, പേനാക്കത്തിയല്ല, കടാരിയല്ല, വടിവാള് കിട്ടിയാലും യക്ഷി വന്നാൽ ഒരു ചുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം കൂടെ എനിക്കറിയാം, യക്ഷിയല്ല, യന്ത്രവൻ വന്നാലും ഗന്ധർവൻ വന്നാലും മാടൻ വന്നാലും ഏത് ചെകുത്താൻ വന്നാലും കൊച്ചുപിച്ചാത്തിയേക്കാളും വടിവാളിനേക്കാളും ശക്തമായ ഒരു ആയുധം ഇപ്പം കയ്യിലുണ്ട്. എത്ര പേർക്ക് ആയുധത്തെക്കുറിച്ച് പരിചയമുണ്ട്? ആ ആയുധം എന്താണ്? യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് കാരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അവൻ ബുദ്ധി കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത, സയൻസിന് നിർവചിക്കാൻ കഴിയാത്ത, ശാസ്ത്രത്തിന് നിർവചിക്കാൻ കഴിയാത്ത, ടെക്നോളജിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സകല വരുത്തുപോക്കുകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. അങ്ങനെയുള്ള വീടുകൾക്ക് ദൈവത്തിന് സ്തോത്രം, ആളുകൾ വിലയിടത്തില്ല. എന്നാൽ അങ്ങനെ വല്ല വീടും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ മേടിച്ചോളാം, നിസ്സാര വിലയ്ക്ക് കിട്ടുമെങ്കിൽ. പ്രൈസ് ഗോഡ്. ഞാനത് പറയാൻ കാര്യം, ആരും മേടിക്കാതെ പൂട്ടിക്കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന, എന്തുവാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതങ്ങ് മാറ്റാൻ പറ്റും, വേറെ പ്ലഗ് വെക്കാൻ പറ്റില്ല. പ്രൈസ് ഗോഡ്. ഭയങ്കര പോരാട്ടം. ഈ ജനുവരി 1-ാം തീയതി പറയുന്ന വിഷയം ഏതാണെന്നറിയാമോ? വരുത്തുപോക്ക. നിങ്ങൾക്ക് മനസ്സിലായോ? ശക്തിയോടെ പ്രാർത്ഥിച്ചോണം. ഒരുത്തിനും വരികയും വേണ്ട, ഇവിടെ പോവുകയും വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, വരുത്തുപോക്കെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വിഷയമല്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു നാമമുണ്ട്. ഇന്ന് രാത്രി ആരെയെങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ, യാഥാർത്ഥ്യമല്ലാതിരിക്കട്ടെ, നിങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇന്ന് രാത്രി അതിനെ അതിജീവിക്കുന്ന ഒരു നാമത്തെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് അറിയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ചില വീടുകളിൽ പറയുന്നത് ചാത്തൻ്റെ ഏറുണ്ടെന്നാണ്. ചാത്തൻ അവിടെ ഇരുന്ന് എറിഞ്ഞോട്ടെ, നിനക്ക് പറയാനൊരു നാമമുണ്ട്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഏത് ചാത്തനും, ഏത് ചെകുത്താനും, ഏത് ജിന്നും, ഏത് യക്ഷിയും അവന് മുട്ടുമടക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിൻ്റെ നാമത്തിങ്കൽ ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. In the name of Lord Jesus of Nazareth. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വർഷത്തിന്റെ 1-ാം തീയതി തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങളുമായി ഭയന്നിരിക്കാൻ നിനക്ക് അവകാശമില്ല. Praise God. ഈ വക വിഷയത്തിന് വേണ്ടി പേടിച്ചിരിക്കാൻ നമ്മളെ ദൈവം വിളിച്ചിട്ടില്ല.
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ചെല്ലു പറയും, ഈ 1-ാം തീയതി ആരെ കണി കണ്ടറാ? പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ഞാൻ പറയട്ടെ, ആരെ കണി കണ്ടാലും ദൃഷ്ടിദോഷങ്ങൾ പതിയാതെ സൂക്ഷിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൃഷ്ടിദോഷങ്ങളെയും ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ആമേൻ. ഇത് ഒരു സൈസ് വീട്. ഇതിനേക്കാൾ കഷ്ടമായ വേറൊരു വീടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനേക്കാൾ കഷ്ടമായ ചില വീടുകളുണ്ട്. ഏതൊക്കെ എങ്ങനത്തെ വീടാണെന്നറിയാമോ? അത് മതിൽക്കെട്ടുണ്ട്, റോഡ് സൈഡിൽ മതിൽക്കെട്ടുണ്ട്, ഗേറ്റുണ്ട്, 2 നില മാളികയുണ്ട്, നിരവധി ബെഡ്റൂംസ്, 4 BHK 5 BHK അറിയത്തില്ല, അറ്റാച്ച്ഡ്, ഡ്രസ്സിംഗ് റൂം അടക്കമുള്ളത്, ഡ്രോയിങ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ എല്ലാം. പ്രൈസ് ഗോഡ്. കിണർ, ദൈവത്തിന് സ്തോത്രം, പൈപ്പ്, പിന്നെ യൂറേക്കയുടെ ഫിൽറ്റർ, മോഡിയുടെ ഫിൽറ്റർ, ROV എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ 5-6 പേര് താമസമുണ്ട്. പക്ഷെ തമ്മിൽ മിണ്ടുകയില്ല. ഒറ്റെണ്ണം തമ്മിൽ മിണ്ടുകയില്ല. ആരടുത്തു കൂടെ പോയാലും അതിനകത്ത് ജീവനുള്ള മനുഷ്യനുണ്ടെന്ന് തോന്നുകയില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആദ്യത്തെ വീട് ഇതിനേക്കാൾ ഭേദമാണ്. ആദ്യത്തെ വീടിൽ നിന്ന് ശബ്ദം കേൾക്കുന്നില്ല, ചലനമില്ല, യാതൊരു ജീവന്റെ ലക്ഷണവുമില്ല. കാരണം അത് നിർജ്ജനമാണ്. എന്നാൽ ഇന്ന് ചില വീടുകൾക്കകത്ത് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വേലക്കാരുണ്ട്, പലതുമുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു ലക്ഷണം പോലുമില്ല. അതുപോലെയുള്ള വീടുകളെ പൈശാചികമായ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം, ഭൂതബാധിതമായ വീടെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയട്ടെ, ശാപിക്കപ്പെട്ട വീടുകളാണ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ഈ 1-ാം തീയതി ഒരു തീരുമാനമെടുത്തോണം. ലോകത്തിൽ മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിട്ടുള്ള ഒരു കഴിവ്, മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിട്ടൊരു കഴിവാണ് സംസാരിക്കാനുള്ള കഴിവ്. ഹല്ലേലൂയ. അത് ഉപയോഗിക്കാത്ത വീട് നരകമാണ്, ശപിക്കപ്പെട്ടതാണ്. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തോണം. എൻ്റെ വീട് ഞാൻ ശപിക്കപ്പെട്ടതാക്കി മാറ്റത്തില്ല, നരകമാക്കി മാറ്റത്തില്ല. ഞാൻ സംസാരിക്കുമെന്ന് തീരുമാനമെടുത്ത് വീട്ടിൽ പോയി തന്നെത്താനിരുന്ന് സംസാരിച്ചേക്കല്ലേ, ഉളമ്പറ കൊണ്ടുപോയിടും. ഞാൻ ഓളിപ്പോൾ തീരുമാനം എടുത്തേച്ചും വന്നേ കഴിഞ്ഞ് എന്ത് വന്നാലും വേണ്ട ഞാനങ്ങ് സംസാരിക്കാൻ പോകാമെന്ന് പറഞ്ഞ് തന്നെത്താനിരുന്ന് സംസാരിച്ചാൽ പിടിച്ച് ഇവിടെ അടുത്ത സ്ഥലമുണ്ട്, കുസുമഗിരി അല്ലേ, ആ കുസുമഗിരി കൊണ്ടുപോയിടും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, സംസാരത്തെ ബാഡ്മിൻ്റൺ കളിയോടോ ബോൾ ബാഡ്മിൻ്റനോടൊക്കെ ഉപമിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടടിച്ചാൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അങ്ങോട്ടടിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അടിക്കണം. പ്രൈസ് ഗോഡ്. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി. എൻ്റെ അർത്ഥം എന്നറിയാമോ? പള്ളിയിൽ ഞാനിപ്പോൾ ഇവിടുന്ന് എന്തോ പറഞ്ഞാലും തിരിച്ചു പറയത്തില്ല, നിങ്ങൾ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ചിലർ പറയാം അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അന്നേരം അർത്ഥം എന്നറിയാമോ? പള്ളിയിൽ തിരിച്ചു പറയാൻ ആളില്ല, ഇവിടെ ആളുണ്ടെന്ന്. ഇന്ന് രാത്രി ഇത് നിങ്ങൾ പറയണേ, വീട്ടിൽ ചെന്നിട്ട് പറയണേ, ഇത് പള്ളിയല്ല, നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കാനല്ല, തിരിച്ച് എനിക്ക് അങ്ങോട്ടും പറയാനുണ്ട്. ഭാര്യ പറയണം ഭർത്താവിനോട്, നിങ്ങൾ പറയുന്നതോട് എനിക്ക് അങ്ങോട്ടും പറയാനുണ്ട്. ഭർത്താവ് പറയണം ഭാര്യയോട്, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും പറയാനുണ്ട്. മക്കൾ പറയണം അപ്പനും അമ്മയും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. തറുതലയല്ല. തറുതല എന്നുള്ള വാക്കറിയാവുന്ന ഒന്ന് കരം വീഴ്ത്തി. തറുതല മനസ്സിലായത് അറിയാനാ? തറുതല ഒത്തിരി പേരുണ്ട്. ഓക്കെ, പറയുന്നവരാണോ? എന്തോ പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉരുളയ്ക്ക് ഉപ്പേരി. പ്രൈസ് ഗോഡ്.
അതേ കോയിനിൽ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയും. ഇന്ന് രാത്രി ദൈവദൂതൻ അങ്ങനത്തെ സംസാരമല്ല ഞാൻ പറഞ്ഞത്. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ചേർന്ന് സന്തോഷമുള്ള സംഭാഷണങ്ങൾ, ആശയവിനിമയങ്ങൾ ഉണ്ടാകണം. ആമേൻ. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, 2012 എൻ്റെ ഭാര്യയോട് ഒരൊറ്റ വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ള വല്ലവരോട് ഒന്ന് കൈവക്കാമോ? തലമന്ത്രിയാണ് കൈവക്കിയതാണ്. 2012 2013 എൻ്റെ കൂട്ടാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ അപ്പനും അമ്മയോടും കൂടെ താമസിക്കുന്ന എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും ഒരു 5 മിനിറ്റെങ്കിലും സംസാരിക്കാതെ ഞാൻ കിടന്ന് ഉറങ്ങത്തില്ലെന്ന് ഒരു തീരുമാനമെടുക്കുന്നവർ കരം ഉയർത്തി ഒരു നല്ല സ്തോത്രം പറയാമോ? ഈ തീരുമാനം നടപ്പാക്കിയ കുടുംബത്തിൽ പകുതി സമാധാനം വരും. പ്രൈസ് ഗോഡ്. ഇനി മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കഴിവുണ്ട്. എന്താണെന്നറിയാമോ? സംസാരം കൂടാതെ ചിരിക്കാൻ. ചിമ്പാൻസിയും കുരങ്ങും ഒക്കെ ചിരിക്കും എന്ന് പറയും, പക്ഷെ അത് പല്ലിച്ച് കാണിക്കുക, ചിരിക്കുകയല്ല കേട്ടോ. ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ദേഹവും ദേഹി ആത്മാവും ഒന്നിച്ച് സന്തോഷിക്കുന്നതാണ് ചിരി. പ്രൈസ് ഗോഡ്. ഉള്ളിൽ നിറഞ്ഞ സന്തോഷം വരുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് ചിരി. ചിരിക്കാനുള്ള കപ്പാസിറ്റി ഈ ലോകത്തിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് തന്നെത്താനെ ചിരിക്കല്ലേ, പ്രശ്നമാണ്. ഈ സംസാരവും ചിരിയും തന്നെത്താനെ ഇരുന്നുകൊണ്ട് നടത്തുന്നത് നല്ല ലക്ഷണമല്ല. പക്ഷെ എന്ത് ചെയ്തോണം? മറ്റുള്ളവരെ കാണുമ്പം എന്തോ ചെയ്യണം? ചിരിക്കല്ലേ, കളിയാക്കി ചിരിയായിട്ട് മാറും. 2, സംസാരത്തോടു കൂടി ചിരിക്കണം. പ്രൈസ് ഗോഡ്. കാണുന്നവരെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് സുഖമില്ലെന്ന് തന്നെ പറയും. ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ തിരിച്ച് ചിരിക്കും, 2ാമത്തെ പ്രാവശ്യം തിരിച്ച് ചിരിക്കും, 3ാമത്തെ പ്രാവശ്യം ഭാര്യ ഭർത്താവിനോട് പറയും, ഈ പുള്ളിക്ക് നല്ല ഇയാളെ കാണുമ്പം ചിരിക്കുക. പ്രൈസ് ഗോഡ്. അർത്ഥമുള്ളൊരു ചിരി ഒരു കുടുംബത്തിനകത്ത് ഭയങ്കര സന്തോഷം കൊണ്ടുവരും. ഞാൻ പറയാം, പ്രൈസ് ഗോഡ്. ഈ മക്കളോട് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ, അന്ന് ആ ഒരു പ്രശ്നമായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു, എൻ്റെ ഉള്ളു മുഴുവനും തണുത്തു. വളരെ പ്രതീക്ഷയോടെ ഭയന്ന് വീട്ടിൽ വന്നതാണ്. നോക്കുമ്പോൾ അപ്പൻ നോക്കി ചിരിക്കുക, എല്ലാ ഭയവും മാറി. പ്രൈസ് ഗോഡ്. കൂട്ടാളി നിൻ്റെ നേരെ നോക്കി, നിൻ്റെ ഭാര്യയോ നിൻ്റെ ഭർത്താവോ നിൻ്റെ നേരെ നോക്കി ചിരിച്ചിട്ടുള്ള ആ ചിരി, ഭയങ്കരമായി സന്തോഷം തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കരം ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? ഒത്തിരി കുറവാണ്. കഷ്ടം നോക്കി. ഞാൻ പറയുന്നത് 2013 മാറ്റം വരണം. നിൻ്റെ വീട് ഭൂതോപദ്രവമുള്ള വീടല്ല, പ്രേതബാധയുള്ള വീടല്ല, ചെകുത്താൻ കയറിയ വീടല്ല, വരത്തുപോക്കുള്ള വീടല്ല, ദൈവമക്കൾ താമസിക്കുന്ന വീടാണെന്ന് തെളിയിക്കുന്ന 2013 ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് ചിന്തിക്കുന്നവര്, വിശ്വസിക്കുന്നവര്, തീരുമാനിക്കുന്നവര് കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വീടുകൾക്കകത്തെ സമാധാനം കെടുത്തിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ശക്തിയോടെ ആരാധിക്കാം. ഈ പിശാച് ഈ 2013 ഒരൊറ്റ വീട്ടിൽ കയറാൻ പാടില്ല. അമ്പല ബൗഡക ജലബല ഹത്തുല ബൗഡ ശബ്ബർ ഖരക ജനക രകടക ജലബലവ. കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുന്ന, കുടുംബത്തിന്റെ സന്തോഷം കെടുത്തുന്ന, കുടുംബത്തിന്റെ ഐശ്വര്യം കെടുത്തുന്ന ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ ആർക്കാണെങ്കിലും ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ നൽപസയം ആരാധിച്ചാട്ട്. കഴിഞ്ഞ ഒരു വർഷമോ 2 വർഷമോ എനിക്ക് അറിയത്തില്ല, 2012 നിന്റെ വീട്ടിനകത്ത് ഇവൻ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പിശാച് ഈ 2013 1-ാം ദിവസം തന്നെ നിന്റെ വീട്ടിന്റെ കിടപ്പറയിൽ നിന്ന് പോകണം, ഡൈനിങ് ഹാളിൽ നിന്ന് പോകണം, ഡ്രോയിങ് ഹാളിൽ നിന്ന് പോകണം,
കിച്ചണിൽ നിന്ന് പോകണം. വീടിന്റെ മിറ്റം വിട്ട് പുറത്ത് പോകണം. ശക്തിയോടെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷമുണ്ടാകണം, സമാധാനമുണ്ടാകണം, അങ്ങനെ ഐശ്വര്യമുണ്ടാകണം. ഹല്ലേലൂയ. എത്ര സുന്ദരിയാണെങ്കിലും ഈ മുഖം വീർപ്പിച്ചിരിക്കുന്ന സാധനത്തിനെ കണ്ടാൽ വലിയ പ്രശ്നമാണ്. സുന്ദരിയൊക്കെ ആയിരിക്കും, അതിനേക്കാൾ പ്രശ്നമുണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു കൊട്ട മുഖം. വല്ലവരും അടുത്തോടെ പോയാൽ മതി, എന്തൊരു ചിരിയാ. ഒരു ഗസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ എന്തൊരു ചിരിയാ. ഒരു ഫോൺ കോൾ വന്നാൽ ഉടനെ ചിരിയായി. ഭർത്താവ് നോക്കിയാൽ എന്തോ ഈ സ്വഭാവം. നിങ്ങളുടെ കുറ്റമല്ല. ചിരിക്കാൻ 4 മസിൽ വർക്ക് ചെയ്താൽ മതി. മുഖം വീർപ്പിക്കാൻ 36 എണ്ണം വേണം. ഈ 36 എണ്ണവും കൂടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ആരാ? പലപ്പോഴും നീയല്ല, നിന്നെ കൺട്രോൾ ചെയ്യുന്ന പോരാട്ടമാണ്. ഇന്ന് രാത്രി അതിന്മേൽ ജയമെടുക്കാൻ നമുക്ക് സാധിച്ചേ പറ്റൂ. 2013 വെറുപ്പ് കൊണ്ടുവരുന്ന, വിദ്വേഷം കൊണ്ടുവരുന്ന, വൈരാഗ്യം കൊണ്ടുവരുന്ന അവന് മുഖഭാവങ്ങൾ, പരിഹസിക്കുന്ന മുഖഭാവങ്ങൾ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് പോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് പോകട്ടെ, വ്യക്തികളിൽ നിന്ന് പോകട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഇതിലേതെങ്കിലും ഉള്ളൊരു വീട്, ചിരിക്കാത്ത വീട്, സംസാരിക്കാത്ത വീട്, അതിന് ഈക്വൽസ് നരകം. ചിരിക്കാത്ത വീട്, സംസാരിക്കാത്ത വീട് സമം നരകം. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ നരകത്തിൽ തന്നെ കരകയറ്റണമെന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുത്ത് മടങ്ങിപ്പോയേ പറ്റൂ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഈ ഇങ്ങനത്തെ നരകം ഉണ്ടാകുന്നതിന് തുടക്കം കൂടെ പറയാം. ഞാനിന്ന് ഇത് പറയാൻ വന്നതല്ല, പക്ഷേ ദൈവാത്മാവിനോട് ശക്തിയോടെ പറയുന്നു ഇതൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ പറയുക, ഈ നരകം തുടങ്ങുന്നത് എവിടാണെന്നറിയാമോ? എവിടെ തുടങ്ങുന്നതെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും കാരണത്താൽ ഇഷ്ടക്കേട് വേരുന്നുമ്പോൾ, ചില പറയുന്നത് ഈ കുറ്റം പറഞ്ഞിട്ടാണെന്നല്ല, കുറ്റം പറഞ്ഞിട്ടല്ല. സ്നേഹമുള്ളവർ കുറ്റപ്പെടുത്തിയാലും പ്രൈസ് ഗോഡ് ദേഷ്യം തോന്നത്തില്ല. സ്നേഹമുള്ള ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞാലും ദേഷ്യം തോന്നത്തില്ല. പക്ഷേ സ്നേഹമില്ലാത്തവൻ പുകഴ്ത്തിയാലും ദേഷ്യം വരും. സ്നേഹമില്ലാത്തവൻ പ്രശംസിച്ചാലും ദേഷ്യം വരും. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നത്? ഇഷ്ടക്കേട്. ഇതങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം. ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് ഈ വിഷയമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിൻ്റെ വീട്ടിനകത്ത് ഒരു നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടാകണം, ഉണ്ടാക്കിയേ പറ്റൂ. അതിന് വിഘാതമിട്ടുകൊണ്ട്, തടസ്സമിട്ടുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്ടശക്തികളുടെ മേലും ഇന്ന് രാത്രി അല്പസമയം നമുക്ക് ജയമെടുത്ത് ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ട് ഇഷ്ടക്കേടുണ്ടാക്കി പരസ്പരം ഹല്ലേലൂയ കലഹിക്കത്തക്കവണ്ണം, വാഗ്വാദം എടുക്കത്തക്കവണ്ണം, വിദ്വേഷം ഉളവാക്കത്തക്കവണ്ണം, വെറുപ്പുളവാക്കത്തക്കവണ്ണം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം മരുഭൂമി, വരണ്ട നിലം, നിർജ്ജന പ്രദേശം, ഈ 3 വിധത്തിലുള്ള അനുഭവങ്ങളെ ഞാൻ വീടുകളിലേക്ക് കൊണ്ടുവന്നു. ഇനി മരുഭൂമിക്ക് എന്ത് സംഭവിക്കും? വരണ്ട നിലത്തിന് എന്ത് സംഭവിക്കും? നിർജ്ജന പ്രദേശത്തിന് എന്ത് സംഭവിക്കും? ഇത് മനസ്സിലാക്കിയാൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഇതൊക്കെ ഇങ്ങനെയുള്ള വീട്ടിനും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം.
വായിച്ച വാക്യം ഒന്നുകൂടി. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഒന്ന്, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ വീട്ടിൽ ചിലത് തിരിച്ചു വരണം. വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് പറയുന്നു, 15-ാം അധ്യായത്തിൽ പറയുന്നു, ദൂരവേ പോയ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, ഇവൻ മരിച്ചവനായിരുന്നു, ഞാൻ കാണാതെ പോയിരുന്നു, ഇവനെ കണ്ടുകിട്ടി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആനന്ദിക്കുക. ഇന്ന് രാത്രി നിൻ്റെ ഭവനത്തിൽ നിന്ന് കാണാതെ പോയ, കളഞ്ഞുപോയ ചിലതിനെ തിരികെ കിട്ടണം. പുറകോട്ട് നോക്കിക്കേ. കഴിഞ്ഞ കാലങ്ങളിൽ വീട്ടിൽ ആനന്ദമുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ വീട്ടിൽ സന്തോഷമുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ പ്രൈസ് ഗോഡ് ഐശ്വര്യം തോന്നിയില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ വീട്ടിലിരിക്കുന്നത് സന്തോഷവും വീട്ടിന് പുറത്തു പോകുന്നത് ബുദ്ധിമുട്ടുമായിരുന്നില്ലേ? എവിടെ പോയാലും എത്രയും വേഗം വീട്ടിൽ മടങ്ങി എത്തണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നില്ലേ? ഇന്ന് രാത്രി എന്താണ് നഷ്ടപ്പെട്ടത്? അത് തിരിച്ചു കിട്ടണം. നിന്റെ കുടുംബത്തിന്റെ സന്തോഷം കെടുത്തത്തക്കവണ്ണം നിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇന്ന് രാത്രി തിരികെ കിട്ടത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കണം. ഈ 2013 ഇനി ഇങ്ങനെ പോകാൻ പാടില്ല. ഈ 2013 ഒന്നാം മാസം 1-ാം തീയതി എന്റെ കുടുംബത്തില് മാറ്റം വന്നേ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നവർ ശക്തിയോടെ ആരാധിച്ചാട്ട് ചില മാറ്റങ്ങൾ നടക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ. വരണ്ട നിലം ആനന്ദിക്കത്തക്കവണ്ണം, മരുഭൂമി ആനന്ദിക്കത്തക്കവണ്ണം, ഈ അനുഭവത്തിലുള്ള കുടുംബങ്ങളിലേക്ക് ആനന്ദിക്കത്തക്കവണ്ണം നഷ്ടപ്പെട്ടു പോയ ചിലത് മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആ മടങ്ങി വരേണ്ടത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറയുമ്പോൾ ഇപ്രകാരം ഇയ്യോബ് പറഞ്ഞു, അയ്യോ പണ്ടത്തെ നാളുകളെ പോലെ ഒന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ പണ്ടത്തെ നാളിനെ പോലെ ആമേൻ, ദൈവത്തിന് സ്തോത്രം ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. 29-ാം അധ്യായം ഇയ്യോബ് 29-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അന്ന് അവന്റെ ദീപം എൻ്റെ തലയ്ക്ക് 29-ന്റെ 2 മുതൽ. അയ്യോ അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ആഗ്രഹിക്കുന്നുണ്ടോ? പണ്ടത്തെ നാളിനെ പോലെ ദൈവം എന്നെ കാത്തു വന്ന നാളിനെ പോലെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് രാത്രി ദൈവവൈതലേ ആ ദിവസത്തിലേക്ക് മടങ്ങി വരണം. ആ ദിവസത്തിലേക്ക് മടങ്ങി വരണം. പണ്ടത്തെ മാസങ്ങളെ പോലെ മടങ്ങി വരണം. പണ്ടത്തെ ദിവസങ്ങളെ പോലെ മടങ്ങി വരണം. ദൈവം നിന്നെ കാക്കുന്ന അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങളും പൈശാചിക കെട്ടുകളും കുടുംബങ്ങൾക്ക് സമാധാനം കെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ദുഷ്ടശക്തികളും ഇന്ന് രാത്രി വിട്ടുപോകട്ടെ. ശക്തിയോടെ ആരാധിച്ചാട്ടോ ഇന്ന് രാത്രി വിട്ടു പോയേ പറ്റൂ. ഉടബല ഹതുലക ജനബല കന്തല ബൗഡക ജഗന ദലബല ദരബ ദഗര തഗര തരബ ശബ്ദർ കൗദക ജഗനക ദലബ രൗഡ അംബാരാബ രീബാലാദ രുഗരാദ റൈഡറാബ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ സന്തോഷം കെടുത്തിക്കൊണ്ട് സമാധാനം കെടുത്തിക്കൊണ്ട് അവൻ പോരാടിക്കൊണ്ട് പോരാട്ടം വിട്ടുപോകട്ടെ. പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവ സാന്നിധ്യം കുടുംബങ്ങൾക്കകത്തേക്ക് നിറയട്ടെ. അടുത്തത് വായിച്ചു. അന്ന് അവന്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു എന്ന് ഭാവിച്ചാൽ വായിച്ചത്. ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് വേറൊരു വായിക്കാൻ പോവുക. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടത് എന്താണ്? അവന്റെ വെളിച്ചം, അവന്റെ വെളിച്ചം, അവന്റെ വെളിച്ചം. ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ വെളിച്ചം നിന്നെ പ്രകാശിപ്പിക്കാൻ ആരംഭിക്കും. അത് നിന്നെ തലയ്ക്കും ഇത് പ്രകാശിപ്പിക്കാൻ ആരംഭിക്കും. ഇന്ന് രാത്രി ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് അവകാശപ്പെട്ട നസ്രയനായ യേശുവിന്റെ അവൻ സാന്നിധ്യം നിന്റെ വീട്ടിനകത്ത് വരുമ്പോൾ നിന്റെ തലയ്ക്ക് മീതെ പ്രകാശം ഉദിക്കും. നീ ഇരുട്ടിൽ കൂടെ നടക്കും. ജീസസ്, 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 ജീസസ്.
ഉദാബാരാബ ശന്തരാബാലബ ഹത്തുരാബാലാബ ദന്തര ജലബ അതുരക ജനബല ധൻബല ഹടബല ഹർദല ബൗഡക ധാനക രഗദ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ, ഈ വാക്യം ശരിക്കും മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് പിടികിട്ടും. വായിച്ചോട്ടെ. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് രാത്രി ആ വെളിച്ചമാണ് നമുക്ക് വേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി നിറവേറിയ ഈ പ്രവചനം നിന്റെ കുടുംബത്തിൽ ഇന്ന് നിറവേറട്ടെ. യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ വെളിച്ചം, യേശുവിൻ്റെ വെളിച്ചം, അത് ചെറിയ വെളിച്ചമല്ല, വലിയൊരു വെളിച്ചം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കുടുംബങ്ങളുടെ അന്തർമന്ദിരങ്ങളിൽ, കുടുംബങ്ങളുടെ കിടക്കറകളിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, വീടിൻ്റെ അകത്തെ എല്ലാ അനുഭവങ്ങളിലും ഈ വെളിച്ചം ഇരുണ്ട് കിടക്കുന്ന സ്ഥാനത്ത് ഇന്ന് രാത്രി പ്രകാശിക്കണം. ജീസസ് ജീസസ് ജീസസ്. മാറ്റങ്ങൾ നടക്കട്ടെ, മാറ്റങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രി ഈ 2013 1-ാം മാസം 1-ാം തീയതി തന്നെ കുടുംബങ്ങളുടെ അകത്ത് മാറ്റങ്ങൾ നടന്നേ പറ്റൂ കർത്താവേ. മാറ്റങ്ങൾ 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 യേശുവിൻ്റെ നാമത്തിൽ മാറ്റങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വീട്ടിൽ മാറ്റം നടക്കുമെന്ന് വിശ്വസിക്കുന്നവര് ശക്തിയോടെ അന്യഭാഷകളോട് അന്യഭാഷയിൽ അല്ലാത്തവർ സ്തോത്രത്തിൽ അല്പസമയം ആരാധിച്ചാട്ട് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് യേശുവിൻ്റെ വെളിച്ചം, യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഒഴുകി വരുന്ന രാത്രിയാകട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഈ 2013 1-ാം തീയതി തന്നെ നിങ്ങൾ മറക്കാത്തൊരു ദിവസമാണ്. ഇന്ന് രാത്രി വീട്ടിൽ വെളിച്ചമുണ്ടാകണം. ഇന്ന് രാത്രി വീട്ടിൽ വെളിച്ചമുണ്ടാകണം. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് വെളിച്ചമുണ്ടാകണം. ഇന്ന് രാത്രി വീട്ടിലെ ബെഡ്റൂമിൽ വെളിച്ചമുണ്ടാകണം. ഇന്ന് രാത്രി ഊണ് കഴിക്കുന്നിടത്ത് വെളിച്ചമുണ്ടാകണം. ഇന്ന് രാത്രി വീട് മൊത്തം വെളിച്ചം കൊണ്ട് നിറയണം. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയണം. ദുഷ്ട പിശാചുക്കൾ, അന്ധകാര ശക്തികൾ, all demonic activities should go tonight. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ ഡീമോണിക് ആക്ടിവിറ്റീസും, എല്ലാ ഭൂത ഉപദ്രവങ്ങളും, എല്ലാ ബാധ ഉപദ്രവങ്ങളും, എല്ലാ പൈശാചിക ശക്തികളും വീട്ടിനകത്തു നിന്ന് പോകുന്ന ദിവസമാകട്ടെ. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇന്ന് വേണ്ട ഏറ്റവും വലിയ വാഗ്ദത്തം അതാണ്. നമ്മുടെ വീട്ടിനകത്ത് ഇരുട്ട് കൊണ്ടുവരുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ഇന്ന് വീടിനോട് ടാറ്റ പറയണം. പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഈ 1-ാം തീയതി ദൈവത്തിൻ്റെ വചനം വെറുതെ കയറി വന്നതല്ല, ഇത് വെറുതെ പറയുന്നതല്ല. ദൈവം എന്നോട് പറയാൻ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ ആമേൻ. ഒന്നുകൂടെ വായിച്ചേ, താഴോട്ട് താഴോട്ട്. യോബ് ഇപ്പോൾ വായിച്ചിട്ട് താഴെ. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും, എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും, സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും, സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത, എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ, എന്റെ ശുഭകാലത്തിനെ പോലെ. ഇതിനേക്കാൾ നല്ലൊരു ശുഭകാലം ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഇമാജിൻ ചെയ്യാനില്ല. ഇന്നലെ അത് തിരികെ കിട്ടണം. നീയും നിന്റെ കൂട്ടാളിയും നിന്റെ കുഞ്ഞുങ്ങളും ചേർന്ന് ഇന്ന് രാത്രി സന്തോഷമായി ഭക്ഷണം കഴിക്കത്തക്കവണ്ണം, സമാധാനമായി ഭക്ഷണം കഴിക്കത്തക്കവണ്ണം, നിന്റെ സമാധാനം കെടുത്തുന്ന ഭയം കൊണ്ടുവരുന്ന, ഭീതി കൊണ്ടുവരുന്ന, സംശയം കൊണ്ടുവരുന്ന, ഹല്ലേലൂയ, അവൻ സന്തോഷം കെടുത്തി, സമാധാനം കെടുത്തി, നിന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം വീട്ടിനകത്ത് വ്യാപിക്കണം. In the name of Jesus, in the name of Jesus, in the name of Lord Jesus. Praise God. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, ഹല്ലേലൂയ, പണ്ട് മാക്രോ ഫാമിലി ആയിരുന്നു, ഇപ്പം മൈക്രോയാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ അപ്പൻ, അമ്മ, മക്കൾ, അവരുടെ മക്കളെ, കൊച്ചുമക്കളെ, കൂട്ടുകുടുംബം. കൂട്ടുകുടുംബത്തിലൊരു ഗുണമുണ്ട്, എപ്പോഴും ഒരു 4-5 കൊച്ചു പിള്ളേർ കാണും.
ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് മാറിയിരുന്നാലും ഇതുങ്ങൾ ചെന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, മിണ്ടാതിരിക്കുന്നതിന് ചുണ്ടേ പിടിച്ച് വലിക്കും, നോക്കാതിരിക്കുന്നതിന് കണ്ണ് തുറന്ന് നോക്കും, മൂക്കെ പിടിച്ച് വലിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായി ഒപ്പിച്ച് അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. പക്ഷേ ഇന്നത്തെ കുഴപ്പമെന്നറിയാമോ? ഈ പിള്ളേരെല്ലാം വലുതായിപ്പോയി. ആകെ 2 ഉണ്ടായിരുന്നു, അതുങ്ങൾ വലുതായിപ്പോയി. അതുങ്ങൾ കല്യാണം കഴിച്ച് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അതിനേക്കാൾ കഷ്ടം. പ്രശ്നം എന്നറിയാമോ? കിളവൻ ഒരിടത്ത്, കിളവി വേറൊരിടത്ത്, മക്കൾ വേറൊരിടത്ത്, മരുമക്കൾ വേറൊരിടത്ത്. ആർക്കും തമ്മിൽ ഒരു മിണ്ടാട്ടവുമില്ല. ഇവരെ തമ്മിൽ മിണ്ടിക്കാൻ ഒരു മാർഗവുമില്ല. ഇനി മിണ്ടണമെന്ന് ശ്രമിച്ചാൽ അവരെ മിണ്ടിക്കാതിരിക്കാൻ ഒരു വ്യക്തി അതിനകത്തുണ്ട്. പുള്ളിയുടെ ഇനീഷ്യലി ഞാൻ പറയാം, TV. എൻ്റെ പൊന്നെ, ഞാൻ ഇപ്പോൾ ഈ കാലത്തൊരു ഗതികേട് അറിയാമോ? ഞാനൊരു ദിവസം ഒരു 7:15, 8:15 ഒരു വീട്ടിൽ ചെന്നു. പ്രൈസ് ഗോഡ്. ഇതിങ്ങനെ കത്തി നിൽപ്പുണ്ട്. അപ്പൻ അതിനകത്തോട്ട് നോക്കിയിരിപ്പുണ്ട്, അമ്മ അതിനകത്തോട്ട് നോക്കിയിരിപ്പുണ്ട്, പിള്ളേർ നിലത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇരുന്നോളാൻ. പറഞ്ഞില്ല, കൈകൊണ്ട് കാണിച്ചു അടുത്ത സീറ്റിലോട്ട് ഇരുന്നോളാൻ. പ്രൈസ് ഗോഡ്. ഏതായാലും ചെന്ന പാട്ടിനങ്ങ് ഇരുന്നു. 1 മിനിറ്റായി, 2 മിനിറ്റായി, 3 മിനിറ്റായി, 5 മിനിറ്റായി, 10 മിനിറ്റായി. ഈ പുള്ളി ഇതിൽ നിന്ന് കണ്ടുപറിക്കുന്ന ലക്ഷണം ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവുക എന്നും പറഞ്ഞു. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോന്നു. പുള്ളി പറഞ്ഞു ടാറ്റ, ശരിയെന്നും പറഞ്ഞു. ആലോചിച്ച് നോക്കി, പണ്ടിങ്ങനെ നടക്കൂ, ഏതെങ്കിലും വീട്ടിൽ നടക്കൂ? പ്രൈസ് ഗോഡ്. നിന്നേക്കാൾ വില ഈ പെട്ടിക്കാം, ഭാര്യയേക്കാൾ വില ഈ പെട്ടിക്കാം. ഞാൻ വിചാരിക്കുക വല്ല ഇടിവെട്ടും കൊണ്ട് 5 കത്തിപ്പോയി എത്ര സന്തോഷമായിരുന്നു. പ്രൈസ് ഗോഡ്. കത്തും കേട്ടോ, ചിലത് ദൈവം കത്തിക്കും. 2013 കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ തകർക്കുന്ന ചില വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം കൈകാര്യം ചെയ്യും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഏത് ഐറ്റമായാലും ഇന്ന് രാത്രി സ്വർഗമേ നീ കൈകാര്യം ചെയ്യണമേ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാര്യം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ദൈവത്തിന് സ്തോത്രം. അപ്പനൊരു പെങ്ങളുണ്ട്, ഒരാങ്ങളയുമുണ്ട്. അതിലേറ്റവും മൂത്തതാണ് പെങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ എല്ലാം കൂടെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുമ്പം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാം അപ്സ്റ്റെയറിലാണ് ടിവിയും കണ്ടുകൊണ്ടിരിക്കുമ്പം ഡൗൺ സ്റ്റെയറിൽ കോളിംഗ് ബെൽ അടിച്ചു. പയ്യൻ ചെന്ന് നോക്കിയിട്ട് ഓടി തിരിച്ചു വന്നിച്ചും പറയുക, വന്നിരിക്കുന്നു. ആരാടാ വന്നെന്ന്? ആരാടാ? ഇവന് പേരറിയത്തില്ല. മൂത്തത്. മനസ്സിലായി? സ്വന്തം അപ്പൻ്റെ സിസ്റ്ററിൻ്റെ പേര് പോലും അറിയത്തില്ല. കാവ്യമാധവനെ അറിയാം. തമാശ പറയല്ല. ഈയിടെ ഒരു സൺഡേ സ്കൂളിൽ കേട്ട കാര്യം ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സൺഡേ സ്കൂളിൽ പ്രൈസ് ഗോഡ് ഇസ്രായേൽ മക്കളെ 430 വർഷത്തെ അടിമപ്പാടിൽ നിന്ന് ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന നേതാവിൻ്റെ പേരെന്ത്? പിള്ളേർ ചോദിച്ചു, ക്ലൂ പറയാമോ എന്ന് ചോദിച്ചു. സാറൂറിനെ ക്ലൂ കൊടുത്തു, ഒരക്ഷരം പറയാം, മോ. പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു മോഹൻലാൽ. മോശ എന്ന് പറയാൻ അറിയത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ അറിയേണ്ടതെന്ന് അറിഞ്ഞേ പറ്റൂ. അറിയേണ്ടാതെ നമുക്ക് അറിയാൻ വേണ്ട. വീട്ടിൽ സമാധാനം ഉണ്ടാകണം, വീട്ടിൽ സന്തോഷമുണ്ടാകണം, വീട്ടിനകത്ത് ഐശ്വര്യമുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്ത് നോക്കി കാണും. എനിക്കറിയാം ഒത്തിരി ചെയ്ത് കാണും, പക്ഷേ പരിഹാരം ഉണ്ടായില്ല. ചിലങ്ങ് മിണ്ടാതിരിക്കും. ഒരാൾ പറഞ്ഞു 18-ാം ദിവസം റെക്കോർഡ് ഉപയോഗിച്ചത് 18 ദിവസം ഉണ്ടായിട്ട്. ഇതൊന്നുമല്ല പരിഹാരം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് തൊടേണ്ടതിനേക്കൊന്ന് തൊടണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ചിലതിനെ നീ തൊടണമേ, ചിലതിനെ തൊടണമേ. ടി വി ആണെങ്കിൽ ടി വിയെ തൊടണമേ, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിനെ തൊടണമേ, ജോലിയാണെങ്കിൽ ജോലിയെ തൊടണമേ. അവൻ ഏത് വിഷയമായാലും ഇന്ന് രാത്രി വീട്ടിനകത്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും കെടുത്തുന്ന സകലത്തെയും സ്വർഗത്തിലെ ദൈവം ടച്ച് ചെയ്യട്ടെ. ഇന്ന് രാത്രി ചിലതിനെ ദൈവം തൊടാൻ പോകുകയാണ്. ഇന്ന് രാത്രി ചിലതിനെ തൊടണം. ഇന്ന് രാത്രി ചില നിന്റെ വീട്ടിൽ ചിലതിനെ തൊടണം. ശക്തിയോടെ 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 ശക്തിയോടെ. പ്രൈസ് ഗോഡ്. യോബ് ബാക്കി കൂടെ വായിച്ചോട്ടെ. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ട് മതി. എല്ലാം ഐശ്വര്യമാണ്. വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. ഇന്ന് രാത്രി മരുഭൂമിയും വരണ്ട നിലവും ഇങ്ങനെ ആയതാണ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇനി നമ്മുടെ
യെശയ്യാപ്രവചനം 35 വീണ്ടും മടങ്ങി പോകാം. 1-ാം വാക്യം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. നിർജ്ജന പ്രദേശം, മരുഭൂമി, വരണ്ട നില ആനന്ദിക്കും. നിർജ്ജന പ്രദേശം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിർജ്ജന പ്രദേശം. അങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് മാറ്റം വന്നിട്ട് നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. പനിനീർ പുഷ്പം പോലെ പൂക്കും. പനിനീർ പുഷ്പത്തിൻ്റെ ഗുണം എന്നറിയാമോ? നോക്കിയാലും അറിയാം, അടുത്തൂടെ പോയാലും അറിയാം. കയറി പിടിക്കരുത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിൻ്റെ വീട്ടിനകത്തുള്ള ഫ്രാഗ്രൻസ്, സുഗന്ധം, നഷ്ടപ്പെട്ട് കിടക്കുന്ന സുഗന്ധം ഉയരത്തക്കവണ്ണം പൂത്ത് ഉല്ലസിക്കുന്ന, ഉല്ലാസത്തോടെ പൂക്കുന്ന ഒരനുഭവം തരാൻ ഒറ്റ വ്യക്തിക്ക് സാധിക്കൂ. സമാധാന പ്രഭുവെന്ന നസ്രയനായ യേശുവിന് ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമാധാന പ്രഭു നിന്റെ വീട്ടിൽ വരട്ടെ, നിന്റെ ഹൃദയത്തിൽ വരട്ടെ, നിന്റെ കുഞ്ഞുങ്ങളിൽ വരട്ടെ, നിന്റെ വിഷയത്തിൽ വരട്ടെ, നിന്റെ അകത്തളങ്ങളിൽ വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയും വരണ്ട നിലവും ദൈവത്തിന് സ്തോത്രം. 1 ആനന്ദിക്കും, 2 ഉല്ലസിക്കും, 3 പൂക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തീർന്നില്ല. 2-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. അത് മനോഹരമായി പൂത്ത്, ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ഇന്ന് ആത്മാവിലാണ് സിബി പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. കോലാഹലമല്ല വേണ്ടത്, എന്തുവാ? ഘോഷമാണ് വേണ്ടത്. വാക്യം ഒന്നും ശ്രദ്ധിച്ച്. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. വെറുതെ ഉല്ലസിക്കുകയല്ല, ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. എങ്ങനെ ഉല്ലസിക്കും? മനോഹരമായി പൂത്ത് ഉല്ലസിക്കും. ഇത് ദൈവത്തിന് സ്തോത്രം ഇമാജിനറി അല്ല, ചിലത് വീട്ടിനകത്ത് നടന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി അതുപോലെ ചില സംഭവങ്ങൾ നിന്റെ വീട്ടിൽ നടക്കണം, നിന്റെ കുടുംബത്തിൽ നടക്കണം, നിന്റെ കുഞ്ഞുങ്ങളിൽ നടക്കണം, നിന്റെ ബിസിനസ്സിൽ നടക്കണം, നിന്റെ ജോലിയിൽ നടക്കണം. മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്ക്, വരണ്ട നിലത്തിന്റെ അനുഭവങ്ങളിലേക്ക്, നിർജ്ജനമായ അനുഭവങ്ങളിലേക്ക് നിന്റെ വീടും നിന്റെ ബിസിനസ്സും നിന്റെ ജോലി സ്ഥലവും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിക്കും. യേശുവിന്റെ നാമത്തിൽ എപ്പോൾ നസ്രയനായ യേശുവിന്റെ